ആരുടെ കാല് വേണേലും പിടിക്കാം. എനിക്കിതില്ലാതെ മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയ്ക്ക് ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും വയ്യാത്തതാണ്. ഞാൻ ഉറക്കമുളച്ച് കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. എൻ്റെ ആകെ ഒരു പ്രതീക്ഷയാണിത്. അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്തൊരവസ്ഥയാണ്. കാരണം ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ച ഒരു ജോലിയാണ്. ഞാനാണെങ്കിൽ കാറ്ററിങ്ങിനും പോയി ജോലിയും ചെയ്ത് വന്നിട്ടാണ് എൻ്റെ കുടുംബം തന്നെ കഴിയുന്നത്. ഞാൻ ഉറക്കമില്ലാതെ 1 മണിക്കൂർ വരെ ഉറങ്ങിയിട്ട് മാത്രമാണ്, അതായത് ഞാൻ രാത്രി വന്ന് 8:30 മുതൽ പഠിക്കാനിരുന്ന 4 മണി 2 മണി 3 മണി 5 മണി 6 വരെ ഇരുന്ന് പഠിച്ചിട്ട് 1 മണിക്കൂർ ഉറങ്ങിയിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. എൻ്റെ അച്ഛന് ആക്സിഡൻ്റ് ആയി വയ്യാത്ത ഒരാളാണ്. ജോലിക്ക് പോകാൻ പറ്റത്തില്ല. എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ 1.5 വർഷമായിട്ട് കിഡ്നിക്ക് പ്രശ്നമുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ ഞാൻ വന്നത് കുടുംബശ്രീയിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് കൊടുത്തിട്ടാണ്, വീട്ടിൽ ചെലവിനും കാര്യങ്ങൾക്കും പൈസ എടുത്ത് കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ സമരം വന്ന് ചെയ്തത്. ഇപ്പോഴും എനിക്ക് വിശ്വാസമുണ്ട് ഈ സർക്കാർ ഞങ്ങളെ കൈവിടത്തില്ലെന്ന്. എനിക്കറിയത്തില്ല ഇനി മുന്നോട്ട് എങ്ങനെ പോകുമെന്നുള്ളത്. ഇത്രയും നാളും കാലാകാലങ്ങളായിട്ട് നല്ലൊരു വേക്കൻസി വന്നുകൊണ്ടിരുന്ന ഒരു പോസ്റ്റാണ്. അത് പ്രതീക്ഷിച്ചാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഉറക്കമുളച്ച് പോലും ഞാനിരുന്ന് പഠിച്ച് ഈ ഒരു ലിസ്റ്റ് വന്നത്. ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. തെരുവിലോട്ട് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. 11.5 മാസക്കാലം, 11.5 അല്ല 11.75 മാസമായിട്ടുണ്ട്. ഇപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് വേക്കൻസി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷെ അവസാന നിമിഷമായിട്ട് നമുക്ക് വേക്കൻസി വരുന്നില്ല. RTI വെച്ചപ്പോൾ നമുക്ക് 570 വേക്കൻസി ഉണ്ട്. പക്ഷെ ആ വേക്കൻസിയിലുള്ള നിയമനം നമുക്ക് തന്നാൽ മതി. വർഷാവർഷം അവിടെ ചെല്ലുമ്പോൾ നമ്മളോട് ഇപ്പോൾ പറയുന്നത് എന്താണ്, വേക്കൻസി ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ എന്തിനാണ് പിന്നെയും നോട്ടിഫിക്കേഷൻ ഇടുന്നതും? അടുത്ത ഒരു ലിസ്റ്റ് വരാറായിരിക്കുന്നു, പുതിയൊരു നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. ഇവരെന്താണെന്ന് നമുക്ക് അറിയത്തില്ല ഇങ്ങനെ കാണിക്കുന്നത് നമ്മളോടൊന്ന്. ഇനിയെങ്കിലും ഒരു അനുകൂലമായ ഒരു നിലപാട് ഞങ്ങൾക്ക് ഞങ്ങളോട് എടുക്കണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ഞാൻ കേണ് പറയാണ്, ഞങ്ങളെ ഇനി കൈവിടരുത്. എൻ്റെ അവസാനം പ്രതീക്ഷ ചെയ്ത് ഞങ്ങളെ കൈവിടല്ല. ഞാൻ ആരുടെ കാല് വേണേലും പിടിക്കാം. എനിക്കിതില്ലാതെ മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയ്ക്ക് ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും വയ്യാത്തതാണ്. അവരെങ്കിലും വിചാരിച്ച് ഞാൻ അർഹതപ്പെട്ട ജോലിയല്ല ചോദിക്കുന്നത്, അല്ലാതെ ചുമ്മാതെ എന്താണ് ഒരു കരാർ നിയമനം അങ്ങനെയുള്ളതൊന്നുമല്ല പറഞ്ഞ്. ഞാൻ ഉറക്കമുളച്ച് കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. എൻ്റെ ആകെ ഒരു പ്രതീക്ഷയാണിത്. എൻ്റെ അച്ഛനെ അമ്മ എനിക്ക് നോക്കണം. അവരെ ഇന്ന് തിരിച്ചെത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നമുക്ക് അറിയില്ല. നാളെയെങ്കിലും ഞങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം അത്രയധികം സ്ട്രഗിൾ സഹിച്ചാൽ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. പറ്റണില്ല ഞങ്ങൾക്ക്. ശരിക്കും കഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്രം പോരാ, സമരമുറകൾ കൂടെ പഠിക്കേണ്ട അവസ്ഥയാണ്. കരഞ്ഞു പോകുള്ളൂ. ഞങ്ങൾക്ക് ഓർക്കുമ്പോൾ ഇനി 13 ദിവസം കൂടെ കഴിയുമ്പോൾ ഞങ്ങളുടെ ജീവിതം വേറെ വീണ്ടും ബിഗ് സീറോയിലെത്താണ്. 3.5 വർഷമായിട്ടുള്ള ഞങ്ങളുടെ കാത്തിരിപ്പ്. ആരതി പറഞ്ഞ പോലെ അർഹതപ്പെട്ടത് മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഞങ്ങളുടെ ജീവിതം ഇത്. ഇനി അടുത്ത ലിസ്റ്റിൽ പഠിച്ച് വാങ്ങിച്ചോട്ടെ എന്ന് എല്ലാവർക്കും ചോദിക്കാൻ എളുപ്പമാണ്. പക്ഷെ അതുപോലെയല്ല. ഇന്ന് മാത്രം കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ഇതിൻ്റെ പുറയിൽ എത്തി നിൽക്കുന്നത്. മാസങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചതിന് ശേഷം മാസങ്ങളോളം ഗ്രൗണ്ടിൽ പോയി കിടന്ന് എന്തെല്ലാം വേദനകൾ സഹിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തി. ഓരോ വേദനയും ഇതിൽ പലരും ഡെലിവറി കഴിഞ്ഞവരുണ്ട്. എൻ്റെ C-section കഴിഞ്ഞതാണ്. ഡെലിവറി കഴിഞ്ഞവർ എന്തുമാത്രം പെയിൻ. അതുകൂടാതെ മറ്റുള്ളവരും ഉണ്ട്. ഹെൽത്ത് വീക്കായവരും എല്ലാം സ്ട്രഗിൾ ചെയ്ത് നമ്മൾ ഫിസിക്കലും പാസ്സാകുമ്പോൾ നമ്മുടെ സ്വപ്നം എന്താ, ജോലി എന്നുള്ളതാ. ആ ജോലി കിട്ടുമെന്ന് പ്രതീക്ഷ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ വന്നപ്പോഴും ഞങ്ങൾക്ക് ആകെയുള്ള പ്രതീക്ഷ അത് സർക്കാർ ശരിക്കും ഞങ്ങൾക്കൊരു അനുകൂലമായ തീരുമാനം എടുക്കുക എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ ഇവിടെ നിൽക്കുക. എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ദിവസം കഴിഞ്ഞോടുന്നത്. കാരണം ഈ തെരുവിൽ കിടക്കണമെന്ന് ഞങ്ങൾക്ക് അറിയൂല.
വീട്ടില് കുഞ്ഞിനെ കിട്ടിട്ടാ വന്നത്. കുഞ്ഞിന് വീട്ടിൽ വിളിക്കുമ്പോ പോലും കുഞ്ഞിന്റെ കരച്ചിൽ പോലെ സഹിക്കാൻ പറ്റണമില്ല. പല സമയത്ത് തോന്നി ഇട്ടിട്ട് പോയാലോ എന്ന്. പക്ഷെ ഇട്ടിട്ട് പോയാലും ഞങ്ങൾക്കൊന്നുമില്ല. ആ കുഞ്ഞിനാണേലും മുന്നോട്ട് പോകാനുള്ളത് മാർഗം വേണ്ടേ. ഇനിയും പഠിക്കാനെന്ന് പറയാൻ എളുപ്പമാ, പക്ഷെ നമുക്ക് ജീവിതത്തിൽ അതിനുള്ളൊരു സാഹചര്യം വേണ്ടേ. പഠിക്കാനുള്ളൊരു സാഹചര്യം അതും ഇല്ല. ആരുടെയൊക്കെ കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും ഓരോ കഥയാ. പറ്റൂല ഇനി PSC പഠിക്കാനൊന്നും പറ്റൂല. ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് ഈ തെരുവിൽ വന്നിട്ട് പോലും അത്രയും സ്ട്രഗിൾ ചെയ്ത് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയില്ല. ഈ 14 ജില്ലയിലുള്ള ഞങ്ങൾ ഇത്രയും ഒരുമിച്ച് നിൽക്കുന്ന ഞങ്ങൾക്ക് ആരെയും പരസ്പരം കണ്ടിട്ട് പോലും ഇല്ല. ഞങ്ങൾ ഇവിടെ വന്ന് അത്രയും ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഞങ്ങളുടെ ലക്ഷ്യം ജോലി മാത്രമാണ്. ഈ ജോലിയാണ് ഞങ്ങളുടെ ജീവിതം. എന്തുകൊണ്ടാണ് ഞങ്ങൾ കണ്ണീര് കണ്ടില്ലെങ്കിലും വേണ്ടില്ല, ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് തന്നൂടെ. വേക്കൻസി ഉണ്ടായിട്ടല്ലേ, സാമ്പത്തികമായി ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ? എങ്കിൽ പിന്നെ എന്തിനു നോട്ടിഫിക്കേഷൻ ഇട്ടത്? ഇനി പറ്റില്ല ഞങ്ങൾക്ക്. ഈ ജോലി കിട്ടിയില്ലെങ്കിൽ എന്താന്ന് പോലും അറിയില്ല. 19-ാം തീയതി കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. വെറും ബിഗ് സീറോ ആയിട്ട് തിരിച്ചു പോകാൻ അറിയില്ല. കുറെ പേര് പരിഹസിക്കാനുണ്ടാവും, പക്ഷെ വീട്ടിലെ അവസ്ഥയോ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ വിചാരിക്കുന്നത് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും, നമ്മൾ ഈ ലിസ്റ്റിൽ കയറാൻ വേണ്ടി എന്തോ ഒരു സ്ട്രഗിൾ. അവരും നമ്മുടെ കൂടെ, ഞാൻ ഈ ഫിസിക്കലിലൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ കുഞ്ഞിനെയൊക്കെ നോക്കിയിരുന്ന എൻ്റെ അച്ഛനും അമ്മ, അവർക്കെല്ലാം അവരുടെ എല്ലാം പ്രതീക്ഷ എന്താ? ഈ ജോലി കിട്ടും, ജീവിതം രക്ഷപ്പെടുമെന്നല്ലേ. ഈ ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ തെരുവിൽ വന്ന് കിടക്കുന്നത്. ഇനി ഞങ്ങൾക്ക് അറിയത്തില്ല, പറ്റണില്ല, ഞങ്ങൾക്ക് അത്രയും പറ്റുന്നില്ല ഈ തെരുവില്. ലിസ്റ്റിന്റെ കാലാവധി തീരാൻ കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ ലിസ്റ്റ് എടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് ലിസ്റ്റ് നീട്ടുകയെങ്കിലും ചെയ്യണമെന്നുള്ള ആവശ്യമുണ്ടോ? ലിസ്റ്റിന്റെ കാലാവധി നീട്ടുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയായ ആർക്കും അറിയാം. ലിസ്റ്റിന്റെ കാലാവധി ഒന്ന് നീട്ടണം. ഞങ്ങൾക്ക് അർഹതപ്പെട്ട വേക്കൻസി ഉണ്ടെന്ന് ഞങ്ങൾ ആർട്ടി വെച്ച് പറഞ്ഞ വിവരമാണ്. അത് വർക്കിംഗ് അറേഞ്ച്മെന്റ് എന്നും പറഞ്ഞിട്ട് അവരിങ്ങനെ വേക്കൻ്റ് ആയി തന്നെ ഇടുകയാണ്. ക്യാമ്പിൽ എക്സസ് ആണെന്ന് പറയുന്നത്. ക്യാമ്പിൽ നിന്ന് അവരെ അങ്ങോട്ട് മാറ്റിയാൽ തന്നെ ക്യാമ്പിൽ വേക്കൻസി വരുത്തില്ലേ? ഞങ്ങൾക്ക് അത്ര അർഹതപ്പെട്ടതല്ല ചോദിക്കുന്നത്. വേക്കൻസി ഉണ്ട്, അതിന് ഞങ്ങളുടെ ലിസ്റ്റിന് പരമാവധി നിയമനം നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. പല സമരങ്ങളും നടത്തി. ഇനി എന്താണ് അടുത്ത? പിന്നെ ഞങ്ങൾ സത്യം പറയാം, ഓരോ ദിവസം കഴിയുന്ന പറഞ്ഞാൽ ഞങ്ങൾ മാനസികമായിട്ട് തളർന്നു പോകുക. ഓരോ സമരമുറയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സർക്കാരിനെ പ്രതിഷേധിക്കുക അങ്ങനെ ഒന്നും അല്ല ഞങ്ങളുടെ ആഗ്രഹം. ഇതെങ്കിലും കണ്ടിട്ട് സർക്കാരിന് കനിവ് തോന്നിയിട്ട് ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക എന്നുള്ളത്, അല്ലാതെ ആരോടും ഇങ്ങനെ വൈരാഗ്യം അങ്ങനെ ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ ജീവിതമാണ്. ജീവിതം ഗതികെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാത്ത? അതുകൊണ്ടാണ് ഈ തെരുവിൽ ഇങ്ങനെ വന്ന് കിടക്കുക. ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടെ കിടന്നപ്പോൾ മഴയായിരുന്നു. അറിയത്തോ ഇങ്ങനെ മഴ നനഞ്ഞ് കിടന്ന് ഉറങ്ങേണ്ടി വരുന്നൊരവസ്ഥ. ആ തണുപ്പത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടിപ്പോൾ ഉറക്കത്തിൽ എന്താന്ന് ഉറങ്ങാൻ പോലും പറ്റണില്ല. നമ്മൾ 2-3 മണി വരെ നമ്മൾ ഇത് തന്നെ ആലോചിച്ച് എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. അന്ന് നമ്മൾ അങ്ങോട്ട് കിടക്കുമ്പോൾ പേരും മഴയാണ്. ഈ മഴയത്ത് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയും എല്ലാവരും ഒരു ടാർപോളിന്റെ കീഴിൽ ഇങ്ങനെ ചുരുങ്ങിയിരിക്കുക. ഇതൊക്കെ കണ്ടിട്ട് വീട്ടുകാർക്ക് പോലും സഹിക്കണില്ല. ഒന്നും തന്നില്ലല്ലോ വേണ്ട തിരിച്ചു പോരെന്നുള്ള രീതി അവർക്ക് സഹിക്കാൻ പറ്റണില്ല.